പോയിട്ട് 12 വേണം അല്ലേ ബോഡിക്ക്? ധനലക്ഷ്മി ബാങ്കിലൊന്ന് ചോദിക്കും, ഞാൻ പറയാതെ കേട്ടോ. ധനലക്ഷ്മി ചോദിച്ചിട്ട് താല്പര്യം ഉണ്ടായില്ല. പക്ഷെ ചെറുപ്പത്തിലേ തുടങ്ങിയ ആൾ പോവുമായിരുന്നു. ഒരു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തുടങ്ങിയ അച്ഛൻ്റെ കൂടെ പോവുമായിരുന്നു. അത് വെറുതെ പോയിരുന്നതാണ്. പിന്നെ കൊറോണയ്ക്ക് ശേഷമാണ് ഇങ്ങനെ വണ്ടിയിൽ പോകാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പഠനം ഒക്കെ ഇതാവില്ല എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഒരു ഇത്. അല്ലാതെ വേറൊരു ടെൻഷനൊന്നും ഉണ്ടായില്ല. അച്ഛനുള്ള കാരണം കൊണ്ട് പിന്നെ നമുക്ക് ഒരുപാട് പ്രൊഫഷണലായിട്ട് നമ്മളിവിടെ സർവീസ് നടത്തുന്നവരായതുകൊണ്ട് അങ്ങനെ പേടിയുണ്ടായില്ല. പഠനത്തിന് എന്തെങ്കിലും ബാധിക്കുമോ എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷെ അതൊക്കെ ആൾ തരണം ചെയ്തു. പഠനം കൊണ്ടുപോകുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ അച്ഛൻ്റെ ഒപ്പം വണ്ടിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഹാപ്പിയാണ്. പഠനത്തിൻ്റെ കാര്യം പ്രത്യേകം കൈവിടാണ്ട് ഇതും ശ്രദ്ധിക്കുക. ഒരു തൊഴിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു തൊഴിൽ എപ്പോഴും നല്ലത് തന്നെയാണല്ല. അതിനുവേണ്ടി അത് പഠിപ്പിച്ചു. പിന്നെ ആളുടെ താല്പര്യം, ഈ തൊഴിലെടുക്കാനും താല്പര്യം ഉണ്ടല്ലോ, അതൊരു പ്രധാന ഘടകമാണ്. അല്ല, സ്ഥിരമായിട്ടല്ല, ക്ലാസ്സില്ലാത്തപ്പോൾ പുള്ളിക്കാരിയാണ് ഇത് ചെയ്യുക, അല്ലെങ്കിൽ വേറൊരു പയ്യനാണ്. ഒരു കണ്ടക്ടർ ആയ ഒരു ഫുൾ പവറിൽ തന്നെയാണ് ആൾ ഇത് ചെയ്യുക. ആ ബ്ലോക്കൊക്കെ മാറ്റാനും പൈസ മേടിക്കാനും ആളെ കയറ്റി റൈറ്റ് ആക്കാനൊക്കെ പ്രത്യേക വൈഭവമാണുള്ളത്. അതിലൊരു ടെൻഷനുമില്ല ആ കാര്യത്തിൽ. ഇപ്പം കണ്ടക്ടറായിട്ട് 1.5 കൊല്ലമായി. ഗ്യാപ്പിന് പോയിരുന്നു, അത് ഒരു 3 കൊല്ലമായി. ഇപ്പോൾ സ്ഥിരമായിട്ട് പോയിരുന്നു. ഇപ്പം കഴിഞ്ഞ മാസം ഒരു ക്ലാസ് തുടങ്ങിയപ്പോൾ ക്ലാസ്സിനും പോയി. ശരി, ഞാൻ മാത്രം. ഇപ്പോൾ CMA പഠിക്കേണ്ട, MCOM പഠിക്കേണ്ടത്.